ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സദ്യയുടെ കൂടെയൊക്കെ നമ്മൾ തയ്യാറാക്കാറുള്ള ക്യാബേജ് തോരനാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് സദ്യയുടെ ക്യാബേജ് തോരൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജിൻ്റെ പകുതി ക്യാബേജ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ പല രീതിയിൽ ക്യാബേജ് തോരൻ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സദ്യയ്ക്ക് തയ്യാറാക്കുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാബേജ് തോരനാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും എല്ലാം തന്നെ ഈ ഒരു ക്യാബേജുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് 2-3 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും ചേർത്ത് ഉഴുന്നൊന്ന് മൂത്ത് വരുന്നവരേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എണ്ണയുമായിട്ട് ക്യാബേജ് നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. നമ്മളിങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ക്യാബേജിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി ആ ഒരു ആവിയിൽ തന്നെ ക്യാബേജ് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് തോരൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും. ഇപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാബേജ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നവരേക്കും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സദ്യ ക്യാബേജ് തോരനാണ്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.